ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോസ്. അപ്പം നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാർ മേക്കിംഗ്. അത് നമ്മളൊരു ക്രിസ്മസ് ടൈം ആയപ്പോഴാണ്. ഇപ്പോഴും ഒരു ക്രിസ്മസ് ടൈം ആവാനായി, ഇപ്പോൾ നവംബറാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ക്രിസ്മസ് ഒക്കെയാണ്. അപ്പം എന്തായാലും ഇനി നമുക്കൊരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവർക്കും വീട്ടിൽ കല്യാണക്കൂറുകളൊക്കെ കിട്ടത്തില്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കല്യാണക്കൂറുകൾ കാണും. അപ്പോൾ എനിക്കിവിടെ ഒരു ഏപ്രിലിൻ്റെ കല്യാണക്കൂറിയാണ് ഇട്ടത്. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സൈഡ്സ് രണ്ടും മീൻസ് എൻ്റെ ഒരു ഇച്ചിരി എഡ്ജസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വെട്ടിക്കണം. കാര്യം ബാക്കിലൊക്കെ നമ്പറോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു മിഡിൽ പോർഷനാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മതി. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നമുക്കിന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ആ ഒരു കിഴുത്ത ഒരു സാധനം എടുക്കുക, അത് നമുക്ക് വേണം. അതിന് മണ്ണൊക്കെ ഇങ്ങനെ ഒരു ഹാഫ് മൂൺ പോലെ സാധനമുണ്ട്, അതും നമുക്ക് വേണ്ട. അതും നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഉണ്ടോ? പിന്നെ ആ ഒരു മടക്ക് കണ്ടോ, ആ മടക്കും നമുക്ക് കട്ട് ചെയ്യണം, ആ ഒരു മടക്കും കട്ട് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നേരെ പോവാം. ഞാനിത് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നെങ്കിൽ ചാർട്ട് പേപ്പേഴ്സോ സാധനങ്ങളോ കളർ പേപ്പേഴ്സോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, ഒട്ടിക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ അതൊന്നും ഇല്ല. കാര്യം ഞാൻ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം തട്ടിക്കൂട്ട് സാധനം ഒന്നും അല്ലേ പറഞ്ഞത്. അപ്പം ഇത് എൻ്റെ ഒരു പഴയ ടെക്സ്റ്റിൻ്റെ ഒരു പേപ്പറാട്ടോ. ഈ പേപ്പറിനകത്ത് എന്തെങ്കിലും ലൈൻ പോലെ ഉണ്ട്. അപ്പം നമ്മൾ ആ ലൈനിൽ നേരെ കട്ട് ചെയ്യാൻ പോകും. ട്രാൻസാക്ഷൻ നമുക്ക് വരെ ട്രാൻസാക്ഷൻ ചെയ്യാം. അപ്പോൾ 1 2 3 ഗോ. അപ്പോൾ ഞാൻ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കിട്ടിയാൽ പോരെ. ഇനി നമുക്കിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് പശ ഒപ്പിക്കാം. പശ ഈ മീൻസ് അപ്ലൈ ചെയ്യാം. കുറച്ച് MRP പശ, അങ്ങനെയൊക്കെ പറയുന്നു. ആ പശ ഞാൻ കുറച്ച് ഇടുക കേട്ടോ. ആ പശ ഇച്ചിരി അത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കൈ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എല്ലാ കോർണേഴ്സും എല്ലാ സൈഡും പോയില്ലെങ്കിലും ആ ഒരു സർക്കിളിൻ്റെ എല്ലാ ചുറ്റുഭാഗവും ഞാൻ പശയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവിടെ ഇരിക്കുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ നേരെ അതിനകത്തേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല, അതിനൊരു ക്ഷമിക്കട്ടോ. ജസ്റ്റ് ഞാൻ അങ്ങോട്ട് വെച്ച് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കത് കാണിച്ചു തരാം. ജസ്റ്റ് അതിന് ബാക്കിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഞാൻ ഇളക്കി കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് എൻ്റെ ഒരു ബാക്ക് വശം ഞാൻ ജസ്റ്റ് ഇളക്കി കാണിക്കാം. കണ്ടോ, അതിങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു, അങ്ങോട്ട് ഒട്ടിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും. നമുക്ക് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ സൈസ് പേപ്പറൊക്കെ വെച്ചിട്ട് ഈ കവർ ചെയ്താൽ നല്ല രസമുണ്ടാകും. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോട്ടോ എന്തെങ്കിലും എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ലെറ്റർ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരെ പോയിട്ടൊരു കോട്ട് എഴുതിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കോട്ട് എഴുതാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് എഴുതാൻ പോകുന്നൊരു കോട്ടാണ്, ഡു വാട്ട് മേക്സ് യു ഹാപ്പി മോർന്നില്ല, ഡു വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്മോൾ കോട്ടാണ്. എൻ്റെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പെണ്ണ് തെളിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെയും ഒന്ന് ഡാർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പശ പറ്റിയിട്ട് തെളിയാത്തയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുതിയ പേനയത്, അതുകൊണ്ട് ഞാനൊന്ന് നോക്കി, പക്ഷെ വർക്കാവുന്നില്ല. പിന്നെ എഴുതിയപ്പോൾ നല്ല വർക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടെ ഡു വാട്ട് മേക്സ് എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ മേക്ക് ഞാൻ ഇവിടെ എഴുതാം. ഡു വാട്ട് മേക്സ് യു ഹാപ്പി. അതിൻ്റെ മേക്ക് എഴുതാതെ ഞാൻ ഡു വാട്ട് യു ഹാപ്പി എന്നാണ് എഴുതി വെച്ചത്. ഡു വാട്ട് മേക്സ് യു ഹാപ്പി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയ കോട്ട് ഞാൻ ഇനി ചെറുതായിട്ടൊരു സൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അത് ഭയങ്കര ചെറുതായിട്ട് എഴുതിയേക്കുന്നത്. 2 കുത്തുവിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ സൈൻ ഇടാം. അപ്പോൾ എൻ്റെ സൈൻ ഞാൻ മലയാളത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടൊരു ചന്ദ്രകല പോലെ സാധനം വരച്ചെങ്കിൽ ഇടുന്ന കേട്ടോ എൻ്റെ സൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു തംസ് അപ്പ് തരിക. കണ്ടില്ലേ, നല്ല ക്യൂട്ടല്ലേ? അപ്പോൾ മറക്കരുത്, നമുക്ക് എന്താണ് ആവശ്യം? ഒരു അടിപൊളി ബിഗ് തംസ് അപ്പ്.
and like, share and subscribe. Bye bye.